ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അത്ഭുതം നടക്കാനായിട്ട് വെറും 24 മണിക്കൂർ മാത്രമേ വേണ്ടുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. പക്ഷെ അതിനു മുമ്പേ 3 ദിവസം മുമ്പേ നമ്മളൊന്ന് ഒരുങ്ങണം അല്ലേ? ആ 24 മണിക്കൂറിന് മുമ്പായിട്ടുള്ള 3 ദിവസം നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കണം. അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അത് ഉൾക്കൊള്ളേണ്ട ആൾ ഞാനാണല്ലോ. അതിനു മുമ്പേ എൻ്റെ മനസ്സിനെ ഞാൻ പ്രാപ്തമാക്കി എടുക്കണം എന്നുള്ളതാണ് ആ 3 ദിവസം മുമ്പേ ഉള്ള ഒരുക്കം. അപ്പം നമ്മൾ ലോങ് പീരീഡായിട്ട് നമ്മൾ അനുഭവിച്ചിട്ട് വരുന്ന ഓരോരോ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റത്തിനായിരിക്കാം നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കണം, നമ്മൾ എന്താണ് നമ്മൾക്ക് ഉള്ള വിഷയം എന്നുള്ളത് അത് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവിടെ എത്താനായിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഉള്ള ഈ 3 ദിവസം നമുക്ക് നിർണായകമാണ്. അന്ന് നമ്മൾ പകൽ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് നമ്മൾ എന്തൊക്കെ ചെയ്യുക അതൊക്കെ കഴിഞ്ഞ് പിടിച്ച് നമ്മൾ വന്ന് രാത്രി ആകുമ്പോഴത്തേനും എല്ലാ മനുഷ്യനും കിടന്നുറങ്ങാനായിട്ട് പോകുന്നതിന് മുമ്പേ നമ്മൾ റെസ്റ്റിംഗ് സമയമാണ് അല്ലേ? നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ശരീരത്തിനെയും എല്ലാം നമുക്കൊന്ന് റിലാക്സ് ചെയ്യിക്കാനുള്ള സമയമാണ് ഈ രാത്രിയിലെ ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മനസ്സിലെ എല്ലാ കരടുകളും എടുത്തു നീക്കി മനസ്സിനെ തുടച്ച് വൃത്തിയാക്കേണ്ട ഒരു സമയമായിട്ട് കൂടി നമ്മൾ ഈ രാത്രി കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള സമയത്തെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിടക്കപ്പായയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, പുതിയൊരു വസ്ത്രം ധരിക്കാൻ പോവുകയാണെങ്കിൽ ഒക്കെ നമ്മൾ കുളിച്ച് ഫ്രഷായിട്ടൊക്കെ അല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ പുതിയൊരു ഒരുക്കത്തിന് പോകുന്നതിന് മുമ്പേ നമ്മുടെ പഴയതിനെ നമ്മൾ കഴുകി വന്ന് വൃത്തിയാക്കി എടുക്കുന്നു. അപ്പം മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പകൽ നമ്മൾ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം ഇങ്ങനെ ചിന്തിച്ച് വെച്ചിട്ട് നമ്മൾ ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ എഴുന്നേൽക്കുമ്പോഴത്തേനും ഇതിൻ്റെയൊക്കെ ബാക്കി ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. അതൊരു തുടർക്കഥ പോലെ പോവും. അപ്പം ഈ ചിന്തിച്ചെടുത്ത കുറേ കാര്യങ്ങളുടെ അവശിഷ്ടങ്ങൾ നമ്മുടെ മനസ്സ് കിടക്കുമ്പോൾ പുതിയ പ്രഭാതത്തെ നമുക്ക് എങ്ങനെ വരവേൽക്കാനും പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ സന്തോഷമായിട്ട് വരവേൽക്കാൻ പറ്റില്ല. പകുതി ഭാഗം പഴയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സ് കിടക്കുവാണ്. അപ്പം നമ്മൾ 3 ദിവസം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിൽ നിന്ന് എല്ലാം എടുത്തു നീക്കിയിട്ട് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ പഴയ പ്രശ്നങ്ങളൊക്കെ ഓക്കെ, അതൊക്കെ സംഭവിച്ചു, ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇനി ഞാൻ പുതിയൊരു ഒരുക്കത്തിലാണ്, പുതിയൊരു കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ അതിന് വന്ന് ചേരാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഞാൻ ഒരുക്കണം അല്ലേ? ഒരു കാര്യത്തെ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ആ കാര്യം എന്നിലേക്ക് വന്ന് ഭവിക്കാനായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഞാൻ ഒരുക്കണം. അതിന് ഒരു ശാന്തത ആവശ്യമാണ് അല്ലേ? നമ്മൾ പാടത്തൊക്കെ കൃഷി ഇറക്കുന്നവർക്ക് അറിയായിരിക്കാം, പാടത്ത് കുറേ കട്ടയും കല്ലും ഒക്കെ ഉണ്ട്. കല്ലല്ല, ചളിയുടെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉഴുത് പറിക്കുന്നത് എന്തിനാ? ഉഴുതു മറിച്ച് പ്രതലം നിരപ്പാക്കിയാൽ മാത്രമേ നമ്മൾ വിത്ത് പാകിയതിന് ശേഷം അതൊരുപോലെ പൊങ്ങി വരുള്ളൂ, മുളച്ച് വരുള്ളൂ. അതുപോലെയാണ് നമ്മുടെ മനസ്സിലെ കട്ടയും കല്ലും ഒക്കെ നമ്മളൊന്ന് ഉഴുതു മറിക്കുകയാണ് 3 ദിവസം. ആ ഉഴുതു മറിച്ച് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ മനസ്സിലേക്ക് എന്താഗ്രഹിക്കുന്നു ആ ആഗ്രഹം വിചാരിച്ചിട്ട് കണ്ണുകൾ അടച്ചിട്ട് ഡീപ്പ് ബ്രീത്ത് ചെയ്തിട്ട് നമ്മൾ തന്നെ സ്വയം സങ്കല്പിക്കുന്നു. ഈ ബ്രീത്ത് ഇൻഹെയിൽ ചെയ്യുമ്പോഴത്തേനും നമ്മൾ പുതിയ ഊർജത്തെ ഉള്ളിലേക്കെടുത്ത് പുറത്തോട്ട് ശ്വാസം വിടുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ പുറത്തോട്ട് ഞാൻ കളഞ്ഞു എന്ന്. ഏത് കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കണമെങ്കിലും ആദ്യം നമ്മൾ അത് ഉൾക്കൊള്ളാനായിട്ട്, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ, ആ സിറ്റുവേഷനെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ എൻ്റെ എല്ലാ മാലിന്യങ്ങളും ഞാൻ കളഞ്ഞു, പുതിയ ഒരു അറ്റ്മോസ്ഫിയറിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രഷ് എയർ, അതായത് പുതിയ നിലം ഉഴുതു മറിച്ചു, ഇനി പുതിയ വിത്ത് പാകേണ്ട ഒരു സമയമാണ്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഞാൻ എൻ്റെ മനസ്സിന് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ആദ്യം എന്നോട് തന്നെ പറയുന്നു.
അപ്പം അങ്ങനെ പറയുമ്പോഴത്തേനും 3 ദിവസം ഇതിനുള്ള സമയമാണ്. കാര്യം പകലൊക്കെ എന്ത് വിഷയങ്ങളായാലും നമ്മൾ ഏതൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമ്പോഴും ഒരു ദിവസം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല, ഒരുപാട് ദിവസങ്ങൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ഈ ഒരുപാട് ദിവസങ്ങൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളെ നമ്മൾ ഒറ്റ അടിക്ക് അങ്ങ് മാറണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശാഠ്യം പിടിക്കുമ്പം അത് നമുക്ക് പെട്ടെന്ന് പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് നമ്മുടെ മനസ്സിനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കുറേ നാൾ കൊണ്ടുവന്ന പ്രശ്നങ്ങളാണ്. അപ്പം ഞാനിതിനെ മെല്ലെ മെല്ലെ ഞാനത് തുടച്ച് നീക്കിയിരിക്കും. അപ്പോൾ ആ 3 ദിവസം നിങ്ങൾ അതിനായിട്ട് മെനക്കെടുക. 4ാമത്തെ ദിവസം നിങ്ങൾ ഇതുപോലെ ആ രാത്രി കിടക്കാനാകുമ്പോഴത്തേനും ആ കാര്യം നമ്മൾ എന്താണ് നേടാൻ ആഗ്രഹിച്ചത്, ആ കാര്യം നേടാനായിട്ട് നമ്മൾ നേടിക്കഴിഞ്ഞതായിട്ട് നമ്മൾ സ്വപ്നം കാണുകയാണ്. സ്വപ്നം മൈൻഡിൽ ആദ്യം നമ്മൾ മനക്കണ്ണിൽ സൃഷ്ടിക്കുന്നു ആ കാര്യം. ചിലപ്പോൾ പുതിയ ജോബായിരിക്കാം, ചിലപ്പോൾ കുറച്ച് കാശ് എവിടെ നിന്ന് കിട്ടാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ ഒരു ഇഷ്ടം അറിയാനായിരിക്കാം, പിണക്കം മാറാനായിരിക്കാം. അങ്ങനെ എന്ത് കാര്യം നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണോ, ഇപ്പം എൻ്റെ ആവശ്യങ്ങളായിരിക്കില്ല ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളത്. ഓരോരുത്തരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വേറെ വേറെയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണോ ഏറ്റവും പെട്ടെന്ന് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നേടിയെടുക്കുന്നു. തുടക്കം തന്നെ നമുക്കൊരു കാര്യത്തിലോട്ട് വിശ്വാസം വരണമെങ്കിൽ നമ്മൾ എന്താ വേണ്ടതെന്നറിയോ? ആദ്യം തന്നെ വലിയൊരു ഭാരം എടുത്തിട്ട് തലയിൽ ചുമപ്പിക്കാതെ നമ്മൾ പരീക്ഷണാർത്ഥം ഇത് ചെയ്യരുത് എന്നാണ് പറയുക ലോ ഓഫ് അട്രാക്ഷൻ. അപ്പം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിന് സന്തോഷം തരാൻ വേണ്ടി ഒരു കുഞ്ഞു കാര്യം ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞു കാര്യം പെട്ടെന്ന് നടക്കുമ്പോഴത്തേനും നമുക്കിതിലുള്ള വിശ്വാസങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് വിശ്വാസത്തോടു കൂടി പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വാസത്തോടു കൂടി ചെയ്യാൻ തോന്നും. അപ്പോൾ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ എന്താവും, പെട്ടെന്ന് നമ്മളിലോട്ട് വരും. ഇപ്പം നിങ്ങൾ വലിയൊരു ബാധ്യത, ഒരു മാഡം എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു ബാധ്യത ഉണ്ടെന്ന്. അപ്പോൾ ആ വലിയ കാര്യം നേടിയെടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കുഞ്ഞു കാര്യം, അതായത് ആ ഒരു കുഞ്ഞ് ആഗ്രഹം, ഒരു 2000 രൂപ എനിക്ക് പെട്ടെന്ന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു 1000 രൂപ എനിക്ക് ആവശ്യമുണ്ട്, അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഈ 3 ദിവസം കഴിഞ്ഞ് 4ൻ്റെ അന്ന് തീർച്ചയായും നിങ്ങൾക്കത് കിട്ടിയിരിക്കും, ഉറപ്പാണേ. ഇനിയിപ്പോൾ ഒരു ഇഷ്ടം നിങ്ങളെ അറിയിക്കാം, ഒരാൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടം തിരിച്ചറിയിക്കാനാണെങ്കിൽ അത് നടന്നിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ 3 ദിവസം ഇങ്ങനെ ചെയ്തിട്ട് 4ാമത്തെ ദിവസം നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ ഉണ്ടാവും. ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ചാൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മളെപ്പോഴും ശ്രമിക്കേണ്ട എന്താ അറിയോ, നെഗറ്റീവായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരു സംസാരിക്കുമ്പോൾ പോലും നമുക്ക് എന്തെങ്കിലും ഊർജം തരുന്നവരോട് സംസാരിക്കുക. അപ്പം ഞാൻ നിങ്ങളെ ആരെയും കാണുന്നില്ല, പക്ഷേ എന്നിലുള്ള പോസിറ്റിവിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ പോസിറ്റിവിറ്റി മൊത്തം ഞാൻ നിങ്ങളിലോട്ട് പകർന്നു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്രമാത്രം ഫീൽ വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ള പോസിറ്റിവിറ്റി മൊത്തം ഞാൻ നിങ്ങൾക്കും കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ലൊരു മാറ്റത്തിന്, നമ്മുടെ മാറ്റം നമ്മളിൽ അനിവാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രമിച്ചാൽ തന്നെ വരുള്ളൂ. എന്നും പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് അങ്ങനെ ജീവിതം ഉരുകി തീർക്കേണ്ടവരൊന്നുമല്ല. നമ്മളെല്ലാവരും നന്നായിട്ട് ജീവിക്കേണ്ടവർ തന്നെയാണ്. പക്ഷെ അതിന് നമ്മുടെ മനസാന്നിധ്യം നമ്മുടെ കൂടെ വേണം എന്നുള്ളതാണ്. മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. അപ്പം എനിക്ക് വരുന്ന നെഗറ്റീവ്സിനെയൊക്കെ ഞാൻ മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ട് 24 മണിക്കൂറിൽ കിടന്നുറങ്ങാൻ പോകുന്ന ആ ഒരു 5-10 മിനിറ്റ് നമ്മൾക്ക് തന്നെ കൊടുത്തുകൊണ്ട് ഒന്ന് ശുദ്ധീകരിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. എൻ്റെ ചാനൽ ഇവിടെ ഉണ്ടാവും, ഞാനും ഇവിടെ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് അവിടെ ഓപ്പൺ ആണ്. അപ്പോൾ തീർച്ചയായും ഇതിന് ശേഷം വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കണം. നമ്മുടെ വൈബ്രേഷൻ ലെവൽ, ഫ്രീക്വൻസി ലെവൽ ഹൈ ആകുമ്പോഴത്തേനും നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിൻ്റെ ഫ്രീക്വൻസി ലെവലുമായിട്ട് സെയിം ആകുമ്പോൾ നമുക്ക് ആ കാര്യം പെട്ടെന്ന് നമ്മളിലേക്ക് നടത്തി വരാൻ പറ്റും. അതെങ്ങനെയാണ് ഫ്രീക്വൻസി ലെവൽ ഹൈ ആക്കി വെക്കുക? നമ്മുടെ മൈൻഡിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മാറ്റി വയ്ക്കുക. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യർ. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ കുറേയേറെ നമ്മൾ മാറ്റി വെച്ചിട്ട് മൈൻഡിനെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. എത്രമാത്രം നമ്മൾ റിലാക്സ് ചെയ്തിട്ട് കുറേ ഭാഗം നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ലെവൽ പെട്ടെന്ന് ഹൈ ആവുന്നതായിട്ട്
കുറേ കാലം കൊണ്ട് നമ്മൾക്ക് ഉണ്ടായിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും പെട്ടെന്നൊരു ദിവസം കൊണ്ട് തീരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അതിനെ നമ്മൾ ആദ്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. കാര്യം കുറേ ദിവസം കൊണ്ടുണ്ടായ വിഷയങ്ങളാണ്. അപ്പോൾ അത് ക്രമേണ ഒരു കുരുക്ക് പെട്ടേക്കുന്നതെങ്കിൽ ഓരോ കുരുക്കായിട്ട് അഴിച്ചു നീക്കുമ്പോഴല്ലേ ആ കുരുക്കൊക്കെ മാറി വരുള്ളൂ. അതുപോലെയാണ് നമ്മുടെ റിയൽ ലൈഫിലുള്ള ഓരോ പ്രശ്നങ്ങളും. അപ്പോൾ നമ്മൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നോ 3 ദിവസം മുമ്പേ നമ്മൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് മനസ്സിനെ ഒന്ന് ഒരുക്കിയെടുത്തിട്ട് ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ കാര്യം നമ്മളിലേക്ക് വന്നു ചേർന്നതിന് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന യൂണിവേഴ്സിന് നന്ദി എന്ന് നമ്മൾ പറഞ്ഞ് ആ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി കിടന്നുറങ്ങാൻ പോകുമ്പോഴത്തേനും നെക്സ്റ്റ് മോർണിംഗ് നിങ്ങൾ വളരെ എനർജി ആയിട്ടായിരിക്കും എഴുന്നേൽക്കുന്നുണ്ടാവുക. ആ ഒരു ദിവസം അങ്ങനെ 3 ദിവസം നിങ്ങളിങ്ങനെ പോകുമ്പോൾ 4ാമത്തെ ദിവസം തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലോട്ട് വന്നു ചേരും. ഉറപ്പായിട്ടും ഭവിക്കുന്ന കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ട് ദിവസവും കിടക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിന് നന്ദി പറയുക ഈ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തന്നതിന്. 3 ദിവസം നിങ്ങൾ മാനസികമായിട്ട് ഒരുങ്ങിയതിന് ശേഷം 4ാമത്തെ ദിവസത്തെ ആ 24 മണിക്കൂർ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ഓരോ കാര്യത്തിനുമുള്ള പോസിറ്റീവായിട്ടുള്ള റിപ്ലൈസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. അതായത് കുഞ്ഞു കാര്യങ്ങളിൽ ആദ്യം തുടക്കം ഭവിക്കട്ടെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യത്തിന് നമുക്ക് പെട്ടെന്ന്, അതായത് വലിയ കാര്യത്തിൻ്റെ ഫ്രീക്വൻസി ലെവൽ വലുതായിരിക്കും. അപ്പോൾ ആ വലിയ കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ വീണ്ടും നെഗറ്റീവ് അടിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കാര്യങ്ങൾ ആഗ്രഹിക്കുക, കുഞ്ഞു കാര്യങ്ങൾ ആദ്യം നേടിയെടുക്കും. കുഞ്ഞു കാര്യങ്ങൾ നേടിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനുള്ള ആ ഒരു വിശ്വാസം നമുക്ക് വന്നു കഴിഞ്ഞു. വിശ്വാസത്തോടു കൂടി എന്ത് ചെയ്യുവാണെങ്കിലും പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരുപാട് വലിയ കാര്യങ്ങൾ അങ്ങനെ ക്രമേണ ചുവടുപടിയായിട്ട് നമ്മൾ പിച്ച വെച്ച് നടന്നിട്ടല്ലേ വലുതായിട്ട് നടക്കാനോ ഓടാനോ പറ്റുള്ളൂ നമുക്ക്. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ അതുപോലെ മെല്ലെ ആയിട്ട് ഓരോ കാര്യങ്ങൾ നേടിയെടുത്തിട്ട് പിന്നെ നമ്മുടെ മനസാന്നിധ്യം പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിൽ വന്നു എന്നതിന് ശേഷം നിങ്ങൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിച്ചെടുക്കൂ. അപ്പോൾ നമ്മൾ ഓരോരോ ഘട്ടത്തിലും നമ്മൾ തളർന്നു പോകുമ്പോഴും ഒരിക്കലും നെഗറ്റീവ് അടിക്കരുത്. കാര്യം എന്താണെന്നറിയോ, ഓരോരോ തളർച്ചയിലും നമുക്ക് പുതിയ അറിവുകളാണ് കിട്ടുന്നത്. നമ്മൾ എവിടെയാണ് തിരുത്തേണ്ടത് എന്നുള്ള ഒരു അറിവ് കിട്ടിയിട്ട് 3ാമത്തെ ദിവസം നമ്മൾ വേറൊരു കാര്യം ചെയ്യുമ്പോൾ ഈ പിഴവ് നമുക്ക് അവിടെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ നോക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് വീഴ്ചയിലൂടെ മാത്രമേ നമുക്ക് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഈ ഒരു മരത്തിനെ നമ്മൾ അതിൻ്റെ തലഭാഗം ഖണ്ഡിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ആ മരം തളിർക്കാതിരുന്നിട്ടില്ല. ആ തളിർക്കുന്ന അത്രയും സമയം അത് കൂടുതൽ കരുത്തോടെ അതിൻ്റെ വേരുകളെ മണ്ണിലേക്ക് ആഴ്ത്തി വയ്ക്കുകയായിരുന്നു. അതുപോലെയാണ് മനുഷ്യനുണ്ടാവുന്ന ഓരോ വീഴ്ചകളും നമ്മളെ തന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിൽ എവിടെയാണോ പിഴവ് എന്നറിഞ്ഞ് നീങ്ങുകയാണെങ്കിൽ നമ്മുടെ മനസാന്നിധ്യം കൈവിടാതെ നമ്മൾ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് വന്നിട്ട് ഏത് കാര്യം ചെയ്യുവാണെങ്കിലും നമ്മളൊന്ന് ഒരുങ്ങി ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് എന്നെ അറിയിക്കണം. ഞാൻ ഈ ചാനലിലൂടെ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇനിയും അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ. അപ്പം ഞാനിടുന്ന വീഡിയോസ് പുതിയ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാനിടുന്ന ഓരോരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ, എല്ലാവരും സമാധാനമായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.